എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേര് എന്നോട് കുറേ നാളായിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. എങ്ങനെയാണ് നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഫൈബറിൻ്റെ പ്ലേറ്റുകളിലൊക്കെയുള്ള കറകളൊക്കെ കളഞ്ഞിട്ട് പുതിയതുപോലെ ആക്കാമെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ഈ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള പഴയ പാത്രങ്ങളൊക്കെ നല്ല പുതിയതുപോലെ ആക്കി എടുക്കാൻ പറ്റും. ഇനി ഇങ്ങനെയുള്ള പാത്രങ്ങൾ ആരും കളയണ്ട. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പേസ്റ്റ് തയ്യാറാക്കണം. അതിനായിട്ട് ആദ്യം ഒരു ചെറിയ പാത്രത്തിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. നിങ്ങൾ എത്ര പാത്രങ്ങൾ ക്ലീൻ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് ബേക്കിംഗ് സോഡ എടുക്കുക. പിന്നെ അതിലോട്ട് ചേർക്കേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരിയും നമുക്ക് കുറച്ച് ഈ ബേക്കിംഗ് സോഡയിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾക്ക് ഇത്തിരി കൂടിയാലും കുറഞ്ഞാലും ഒന്നും പ്രശ്നവുമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഉപ്പാണ്. ഉപ്പ് ഇതുപോലെയുള്ള ക്ലീനിങ്ങിനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഈ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ലിക്വിഡ് സോപ്പ് ചേർത്ത് കൊടുക്കണം. കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹാൻഡ് വാഷ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇത് രണ്ടും ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ നമ്മൾ അലക്കാനൊക്കെ യൂസ് ചെയ്യുന്ന സോപ്പ് പൊടി ആയാലും കുറച്ച് യൂസ് ചെയ്താൽ മതി. വിനാഗിരി കുറച്ച് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ലേശം കൂടി ഒഴിച്ച് കൊടുക്കുക. നമുക്കൊരു പേസ്റ്റിൻ്റെ കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടണം. ഇപ്പോൾ നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പാത്രത്തിലൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഇനി ഇത് നമുക്ക് ഒരു 2 മിനിറ്റിന് ശേഷം കിച്ചണിൽ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബർ വെച്ച് പതുക്കെ ഒന്ന് കഴുകിയെടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയാതെ തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഫുൾ അഴുക്കും പോയിട്ട് നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് വന്നിട്ടുണ്ട്, പുതിയതുപോലെ ആയിട്ടുണ്ട്. ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് താഴെ ഒരു വൈറ്റ് പ്ലേറ്റ് വെച്ചിട്ട് ക്ലീൻ ചെയ്തത് നിങ്ങൾക്ക് അതിൻ്റെ കറകൾ കൃത്യമായിട്ട് പോകുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. യൂസ് ചെയ്യാതെ വെച്ചിരുന്ന ഒരുപാട് പഴയ ഒരു പ്ലേറ്റ് നല്ല കറയുള്ളത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ക്ലീൻ ചെയ്ത് കാണിച്ചു തന്നത്. ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ പ്ലേറ്റൊക്കെ യൂസ് ചെയ്ത് വളരെ കുറവാണ്. അധികവും സ്റ്റീലും പിന്നെ ഗ്ലാസ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. എങ്കിലും പിന്നെ നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചല്ലേ എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നവർക്ക് അതൊരു യൂസ്ഫുൾ വീഡിയോ ആവട്ടെ എന്ന് കരുതിയിട്ട് ചെയ്തതാണ്. നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫോഴ്സിലൊന്നും സ്ക്രബ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ സ്ക്രാച്ചും വീഴില്ല. അതൊന്നും ആരും പേടിക്കേണ്ട. നന്നായിട്ട് നീറ്റായിട്ട് വരും. പതുക്കെ ടൈം എടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നതോടൊപ്പം ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ വരും, അതുകൂടി ഒന്ന് എനേബിൾ ആക്കിയിടുക. അതുപോലെ നമുക്ക് ജ്വല്ലറിയിൽ നിന്നോ അതുപോലെ തുണിക്കടകളിൽ നിന്നൊക്കെ ഗിഫ്റ്റ് കിട്ടുന്ന ഗ്ലാസ്സുകളിലൊക്കെ പ്രിൻറ്റുകൾ അവർ പരസ്യത്തിന് വേണ്ടി അടിച്ചിട്ടുണ്ടാവില്ലേ, ആ പ്രിൻ്റൊക്കെ കളയുന്ന വീഡിയോ, അതുപോലെ തന്നെ മങ്ങിയ ഗ്ലാസ്സുകളൊക്കെ നല്ല പുതിയതാക്കി ക്ലീൻ ചെയ്തെടുക്കുന്ന വീഡിയോ, ഇതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ. ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.